എന്നാലും എനക്ക് വന്നല്ലോ, അയ്യോ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെ കണ്ടിട്ട് ഭ്രാന്തിയെ പോലെ ഉണ്ട് എന്നെനിക്കറിയാം. ബിക്കോസ് ഞാനിപ്പോൾ എണ്ണീച്ചതേ ഉള്ളൂ. എന്നിട്ട് പോയി പല്ലും തേച്ച് മുഖവും കഴുകി വന്നു. എൻ്റെ മുഖത്ത് എനിക്കിപ്പോൾ സ്ഥിരമായിട്ട് എന്തോ ഒരു അലർജി അടിക്കുന്നുണ്ട്. സോ പ്രോബബ്ലി ഇനിയിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് നടത്തി നോക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണത്. എൻ്റെ മുഖത്ത് ഇത് കണ്ടോ, തരിതരി പോലെ. ഇപ്പോൾ ഇത് ചീക്സിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. സോ ഐ എം നോട്ട് ഷുവർ, എന്തോ ഒരു സാധനക്ക് അലർജി അടിച്ചിട്ടുണ്ട്. എന്താണ് എന്തോ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇന്ന് ഇലക്ഷൻ്റെ ഡേ ആയിരുന്നു. വെളുപ്പിനെ വിളിക്കും എന്നാണ് വാപ്പായും ഉമ്മായും പറഞ്ഞത്. പക്ഷെ വെളുപ്പിനെ വിളിച്ചില്ല. ഇനിയിപ്പം ഈ നട്ടുച്ചയ്ക്ക് ഇനിയിപ്പോൾ അവിടെ പോയി നിൽക്കേണ്ടി വരും. അപ്പോൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പോവാം. അപ്പോൾ ഉമ്മ പറഞ്ഞു വെച്ചാൽ ഇനിയിപ്പോൾ തലയിറങ്ങി വീണാലും കുഴപ്പമില്ലല്ലോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ എന്നാണ് ഉമ്മച്ചി ഉദ്ദേശിച്ചത്. ഈ ലിപ്പാവും കൂടെ ഇട്ട് കൊടുത്തേക്കാം, ഒരു രസമല്ലേ. ഓക്കെ, ഇനി നമുക്ക് 20 മിനിറ്റ്സ് നടക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 20 മിനിറ്റ്സ് നീ എവിടെ പോയാൽ നടക്കാൻ പോകണമെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ അലർജി കുറച്ചുകൂടെ വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ. ഇവിടെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഡിസപ്പിയർ ആകും. ആ പാടോ കുത്തോ വരെ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അത്രയും സമയമാണോ അതിങ്ങനെ ഡിസ്റ്റർബൻസ് പോലെ നിൽക്കും. സോ ദാറ്റ്സ് ദ ഇഷ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ 20 മിനിറ്റ്സ് അങ്ങ് നടക്കും. നമ്മൾ ആ സ്ക്രോൾ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം യൂഷ്വലി ഞാനങ്ങനെ നടന്ന് അതങ്ങ് ആവും, അത്രയും സ്റ്റെപ്പ് ആക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഊഹം, എൻ്റെ ഒരു ഉന്നം. എനിവേസ് നമുക്ക് ചെയ്യാം. ഗൈസ്, ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല, മറന്നുപോയി. ഞാനിവിടെ സൈഡിൽ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്, സോറി. ഇപ്പോൾ നമ്മൾ ഇലക്ഷന് പോവാണ്. ടൈം വന്നിട്ട് 2 o'clock ആയിട്ടുണ്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു കേട്ടോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതുപോലെ തന്നെ കേട്ടോ, ഒരു വലിയ കുർത്തിയാണ്, സ്ലിറ്റൊക്കെ ഉണ്ട്. താഴോട്ട് കാണിക്കുന്നതിനെ കാരണം ഞാൻ അലങ്കോരമാക്കി ഇട്ടേക്കുവാണ് എൻ്റെ ഡ്രസ്സിങ് ടേബിള്. സോ വി ലീവിങ്. ഇതെന്താണ് ഇത്, മുടി ഓയിലി ആയിട്ടിരിക്കുക ഗൈസ്. അതുകൊണ്ട് അഴിച്ചിടാനും പറ്റത്തില്ല, വേറെ ഒരു ഫാഷനിലും കെട്ടാൻ പറ്റില്ല, ഇങ്ങനെ കെട്ടി വെക്കാനേ പറ്റത്തുള്ളൂ. സോ നമുക്ക് പോവാം ഗൈസ്. വോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. പക്ഷേ 2 വാക്ക്, കന്നിവോട്ടല്ലേ? ഐഷയും സൈനവും കന്നിവോട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി വോട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കൊരു കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഒരു കൊറിയർ ഓഫീസ് ഇസ് ക്ലോസ്ഡ് ആൻഡ് വെരി ഇറസ്പോൺസിബിൾ. അതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണേ. ദേ ഐഷ ഉണ്ട്, സൈനവുണ്ട്. സൈനവ് എവിടെ? സൈന എങ്ങനെ ഉണ്ടായിരുന്നു സൈന? പിന്നെ കന്നി വോട്ടിൻ്റെ ഒരു ഇത്, പേടിച്ചു പോയി. 2 വാക്ക് പറയോ, 2 വാക്ക് കന്നി വോട്ടിനെ കുറിച്ച് പറയോ, എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഗൈസ്? അവള് വോട്ട് ഐഷ ഒച്ച കേട്ടില്ലെന്നാണ് ഐഷ പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നിൽക്കാൻ പറയുന്നത് ഒച്ച കേൾക്കാത്തണ്ട്. ഇല്ല, ചുമന്ന കത്തി പോയി. ലൈറ്റ് ഒരു ഒച്ച കേട്ടല്ലോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ആകെ ബുദ്ധിയുള്ള ആള് ഞാൻ മാത്രമാണ്. ഞാൻ മാത്രം കറക്റ്റായിട്ട് പോയി വോട്ട് രേഖപ്പെടുത്തി ഞാൻ തിരിച്ചു വന്നു. ഇവിടെ ചിലവർ അവിടെ നിന്ന് ആർക്ക് വോട്ട് ചെയ്യുന്നവരെ ഒച്ചത്തിൽ വിളിച്ചു പോയി നാട്ടുകാരെ അറിയിച്ചു. മനസ്സിലായോ? അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. ഒച്ചത്തില് വോട്ട് ചെയ്യാൻ പോണ ആളുടെ പേര് മൊത്തമായി വായിച്ചു. അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് അവൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളിയുടെ ഫുൾ നെയിം. എന്നിട്ടാണ് വളരെ വളരെ മോശം അഭിപ്രായം ഗൈസ്, വളരെ മോശം അഭിപ്രായം. ഒന്നും എനിക്ക് പറയാനില്ല. ഫുഡ് കഴിച്ചത് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആക്രാന്തത്തിൽ ഞാൻ കഴിച്ചു പോയി. ഞാൻ ഇവിടെ ഫോട്ടോ നേരത്തെ വേറെ പോലെ എവിടെയെങ്കിലൊക്കെ അറ്റാച്ച് ചെയ്ത് വെക്കാം ഗൈസ്. ഉമ്മ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചെമ്മീനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എനിവേസ്, ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ബാക്കി കഥ കാണിച്ചു ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതെന്താ സ്ഥലം? കൊമ്മാടി, ആറാട്ടുവഴി അല്ലേ ഗൈസ്? ആറാട്ടുവരി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കൊമ്മാടി. അവിടെ ആയിട്ട് സെന്റ് മേരീസ് കഴിഞ്ഞ് കുറച്ച് വരുന്ന സമയത്ത് നല്ല അടിപൊളി കട്ട്ലറ്റ് കിട്ടും. ജോ ബേക്കറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കട്ട്ലറ്റ് മേടിച്ചു, നല്ല ചൂട് കട്ട്ലറ്റ്. പക്ഷെ നമ്മൾ പിന്നെ വേറെന്തോ മേടിച്ചാലോ, എന്തേനും അരുണ്ട് ബൈറ്റ്സും കൂടെ മേടിച്ചു ഗൈസ്. കണ്ട അടിപൊളി കട്ട്ലറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുത്ത കട്ട്ലറ്റ് ഗൈസ്. നമ്മൾ വീട്ടിലെത്തി. ഐഷക്ക് തലകറക്കമായി ഗൈസ്, തലവേദന അടിച്ചു ഗൈസ്. അല്ല ഐഷ, 2 വാക്ക് സിറ്റുവേഷനെ കുറിച്ച്. ഐഷ തുപ്പും, അതുകൊണ്ട് നമ്മൾ പോയി മാറിയിരിക്കുക ഗൈസ്. ഇനി കുറച്ച് നേരം ഞാൻ AC ഇട്ടിട്ട് ഇനി റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇനി എന്തും ഞാൻ ചെയ്യത്തുള്ളൂ, ഉറപ്പിച്ചു
ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി, ഇപ്പോഴാണ് ഡ്രസ്സ് മാറിയത്. അപ്പോൾ നമ്മൾ ലഞ്ചിന് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour അല്ലെങ്കിൽ 20 minutes ഞാനിങ്ങനെ നടക്കും എൻ്റെ ഇവിടെ കൂടെ. കാരണം നമുക്ക് എല്ലാം കൂടെ ഒറ്റ അടിക്ക് നമുക്ക് നടക്കത്തില്ല. 10,000 സ്റ്റെപ്പ് ആക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് മടിയാകും. അപ്പോൾ ഞാൻ അതിന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഫുഡിന് ശേഷവും ലൈക്ക് ഒരു 20 to 30 minutes ഞാൻ നടക്കാൻ ശ്രമിക്കും. ലൈക്ക് ഞാൻ എന്താ കഴിച്ച അതിൻ്റെ ഹെവിനെസ് അനുസരിച്ച് 20, 30 അല്ലെങ്കിൽ 1 hour നടക്കും കേട്ടോ ഗൈസ്. സോ നമുക്കിപ്പം ആ ഒരു 20 minutes അല്ലെങ്കിൽ ഒരു 20 അല്ല ഒരു 30 minutes നമുക്ക് നടക്കാം. ആ ടൈമിൽ ഞാൻ അതിൽ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് കാണുമോ അല്ലെങ്കിൽ സ്ക്രോളോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോ ദാറ്റ്സ് വാട്ട് വി ഗോണ ഡു ഗൈസ്. ഞാൻ എൻ്റെ നടന്നും അടുത്ത് ഉമ്മിച്ചിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എനിക്കിനി വയ്യ, കുറച്ചേരം എ സിക്കകത്തിരിക്കട്ടെ ഗൈസ്. ഞാൻ 20 to 23 minutes നടന്നുള്ളൂ. ശരിക്കും ഒരു ഹാഫ് ആൻ അവർ നടക്കാനായിരുന്നു പ്ലാൻ, ബട്ട് എനിക്ക് തീരെ വയ്യില്ല, കഴിയില്ല. അതുകൊണ്ട് ഞാനിവിടെ കിടന്നു ഗൈസ്. എനിക്ക് ബിരിയാണിയുടെ ചാലഞ്ചിലേക്ക് ബിരിയാണി മാത്രം തിന്നിട്ട് റിവ്യൂ ചെയ്യുന്ന പേജ് എനിക്കുണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതെ ഒരു ബിരിയാണി മേടിച്ചോണം വന്നിട്ടുണ്ട്, ഹലൈസിലെ ബിരിയാണി. ഇതിനൊക്കെ ഞാൻ എന്തോ പറയാൻ, ആറ്റുനോട്ട് കുറേ നാൾക്ക് ശേഷമായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് എടുത്തത്. അതിൽ പകുതി കൊണ്ടുപോയി സ്ലോമോ ആക്കി കളഞ്ഞു ഗൈസ്. സൈനപതി ഓവനിൽ വെച്ചിട്ട് ബ്രൗണി ഇങ്ങനെ ചൂടാക്കി എടുത്ത്, ഓ നൈസ് ഇട്ട സൈന. ആർ യു പ്രൗഡ് ഓഫ് യുവർ സെൽഫ്? പാപ്പറിട്ടാണോ? താഫിലത്തെ ആണോ ഇത്? പക്ഷെ കൊള്ളായിരുന്നു, തണുത്തിരുന്നപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹൗ മച്ച് വുഡ് യു റേറ്റ് ഇറ്റ്? പൊള്ളി അതെ, തൂക്കി പൊള്ളിപ്പോയോ? പതുക്കെ കഴിക്കണ്ടേ? നല്ലതാണോ? വ്യത്യാസം ഉണ്ടോ? ചുമന്ന് വന്ന് പാവം ഗൈസ്. ഞാൻ ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ്, ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല. ഞാൻ ആ ബിരിയാണി അങ്ങ് കഴിച്ചു. ഫുള്ള് കഴിച്ചില്ല, ആ ഒരു ഇച്ചിരി കഴിച്ചു. ആ ഇച്ചിരി കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഇപ്പം 8 മണിയായിട്ടുണ്ട്. ഞാനൊരു 5:15 ആയപ്പോൾ ഉറങ്ങിയതാണ്. നോ വേർഡ്സ്. എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. എൻ്റെ കാതിങ്ങനെ കുത്തിയിരിക്കുന്നത് കാരണം എനിക്ക് ചെറിയ ചൊറിച്ചൽ, ഇച്ചിനെസ് വരുന്നുണ്ട്. പ്രോബബ്ലി ബിക്കോസ് അത് ഉണങ്ങുന്നത് കൊണ്ടാവാം, എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്ന് കുളിക്കണമെന്നുണ്ട്, പക്ഷെ അറിയില്ല ഗൈസ്. ആരോ എൻ്റെ AC ഓഫ് ചെയ്തിട്ട് പോയി ഗൈസ്. ഞാൻ കിടക്കുന്ന ടൈമിൽ അവിടുത്തെ AC ഓഫ് ചെയ്തിട്ട് പോയി. വാപ്പയായിരിക്കും. വാപ്പ ഇതുപോലത്തെ അലവലായിത്തരങ്ങൾ കാണിക്കത്തുള്ളൂ ഗൈസ്. ഞാൻ ഒരു റൗണ്ട് ക്വസ്റ്റ്യനിങ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണ് AC ഫാൻ ഓഫ് ചെയ്തതെന്ന്. ഉമ്മാട് ചോദിച്ചു. ഉമ്മ 2 മണിക്കൂറായിട്ട് റൂമിൻ്റെ സൈഡിലേക്ക് വന്നിട്ടില്ല, ചപ്പളാത്തി ചുടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറായിട്ട് കേട്ടോ. വെരി ഫിഷി. അത് കഴിഞ്ഞ ശേഷം എൻ്റെ അനിയത്തിനാറി ഇവിടെ ഇരിപ്പുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾ അറിഞ്ഞിട്ടേ ഇല്ല. അയ്യോ ആണോ? ഇങ്ങനെയായിരുന്നു അവളുടെ ബിഹേവിയർ, വിച്ച് ഈസ് ഓൾസോ വെരി ഫിഷി, ഓവർ ഡ്രമാറ്റിക്. പിന്നെ വാപ്പിച്ച് നിസ്കരിക്കുകയാണ്. പുള്ളിയായിരിക്കും കൺഫേം ആയിട്ടും പുള്ളി നിസ്കരിച്ച് കഴിയട്ടെ. ഇതിൻ്റെ അടിവേരിലെത്തുന്നത് വരെ നമ്മൾ നിർത്തില്ല, നമ്മൾ പോരാടും ഗൈസ്. നമുക്ക് വാപ്പാട് ചോദിക്കാം. ഓക്കെ, അപ്പം നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ നിസ്കാരം കഴിഞ്ഞാൽ അപ്പുറത്ത് പോയി നിസ്കരിക്കുകയാണ് ഗൈസ്. നമ്മൾ ബാക്ക് ടു മിക്കവാറും അപ്പം നാട്ടി വിടും. നീയൊക്കെ ഉറങ്ങുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാടി എന്നൊക്കെ വേണം എന്നോട് ചോദിക്കും. തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല, മനസ്സിലായോ? നമ്മൾ ചെന്ന് കേൾക്കണം ഗൈസ്. നമുക്ക് വാപ്പാനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കയ്യോട് നമുക്ക് ചോദിക്കാം. സത്യം പറയണം, ഞാൻ ഇവിടെ ഉറങ്ങുമ്പോൾ ആ AC ഓഫ് ചെയ്തിട്ട് പോയിട്ട് എന്നെ ചൂടത്തിൽ കിടത്തി വാപ്പ. നീ ഉറങ്ങുമ്പോ ഞാൻ ഇവിടെ ഇല്ലല്ലോ. വന്നല്ലോ, ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇവിടെ നിൽക്കുന്നത്. അതെ, ഇവിടെ നിൽക്കുമായിരുന്നു, ഇവിടെ ഈ സൈഡിൽ നിൽക്കുമായിരുന്നു അങ്ങനെ. ഞാൻ ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല ഗൈസ്. ഇപ്പോഴും കള്ളനെ കിട്ടിയിട്ടില്ല. വാപ്പായും കൈ കഴിഞ്ഞു. ഉമ്മ 2 മണിക്കൂറായിട്ട് ആ റൂമിലേ വന്നിട്ടില്ല എന്നാണ് പറയണത്. അതെ, ഉറങ്ങിക്കിടക്കുന്ന ഞാൻ ഉരുണ്ട് വന്ന് റിമോട്ടിന്റെ പൊക്കത്ത് നിന്ന് കറക്റ്റ് പവർ സ്വിച്ച് നീക്കി അത് ഓഫ് ചെയ്ത് കളഞ്ഞു ഗൈസ്. കണ്ടാ ഗൈസ്, കള്ളന്മാരെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഒരു സത്യസന്ധയായിട്ട് ഞാൻ മാത്രം ഇവിടെ താമസിക്കുന്നു. അയ്യോ, എന്നാലും എനിക്കിത് വന്നല്ലോ. അയ്യോ,
ഹായ് ഗൈസ്, അല്ലാ നിങ്ങൾക്ക് എന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അറിയില്ല, ഇവിടെ വെച്ച് ലൈറ്റിങ് കുറച്ച് കുറവാണ്. ഞാൻ പോയിട്ട് 1 മണിക്കൂർ നടന്ന് ഇന്നൊരു 10,000 നിയർലി 10,000 സ്റ്റെപ്സ് നടന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മളിപ്പോൾ ഈവൻ ഇഫ് നമ്മളെ എല്ലാ ദിവസവും ഒരേ ടൈമിൽ നടന്നാലും സ്റ്റെപ്പിലൊരു വേരിയേഷൻ വരും. ഇപ്പം ഞാൻ ഡിന്നർ കഴിഞ്ഞതിന് ശേഷം ഡിന്നറായിട്ടൊന്നും കഴിച്ചില്ല, പക്ഷേ ഡിന്നർ എന്നുള്ള പേരിൽ ഞാൻ 1 അവർ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ വൈകുന്നേരം ബിരിയാണി കഴിച്ചല്ലോ, സോ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിന്നറായിട്ടൊന്നും കഴിച്ചില്ല. ആൻഡ് ഐ വാസ് നോട്ട് ഹംഗ്രി, സോ അതിനുള്ളത് നടന്നു, അത് തീർന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസിൽ എസ്പെഷ്യലി ചീക്കിൻ്റെ ഏരിയയിൽ എനിക്ക് അലർജി അടിച്ചിട്ട് രാവിലെ പറഞ്ഞില്ലേ, സോ ഞാൻ എന്തെങ്കിലും ലാക്ടോക്കലാമിൻ്റെ ഇതിന് മഞ്ഞ കളറിലേക്ക് എനിക്കറിയില്ല, ബോർഡുണ്ടോ ഈ ലാക്ടോക്കലാമി മുഖത്ത് തേച്ച്. ആക്ച്വലി ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇടുന്നതാണ്. എനിക്കിപ്പം മോയ്സ്ചറൈസർ എനിക്ക് തീരെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഗൈസ്, ഐ ഡോണ്ട് നോ വൈ. പക്ഷേ എനിക്ക് ഈ മോയ്സ്ചറൈസർ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് എപ്പോഴും പറ്റുമ്പോഴൊക്കെ ഞാൻ തേക്കാറുണ്ട്. ഹൈഫൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്, ശരിക്കും അടിപൊളിയാണ്. ഇതും തേക്കാറുണ്ട്. പിന്നെ ഇതേ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത പ്ലിക്സിൻ്റെ ഈ ഒരു സിറം, അതും എനിക്ക് നല്ല ഒരു വല്ല ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലോ തരുന്നുണ്ട്, ഗ്ലോ തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഈ സൈഡിലൊക്കെ കുറഞ്ഞ പോലെ തോന്നിയിട്ടാണ് എനിക്കിത് യൂസ് ചെയ്ത സമയത്ത്. സോ ഞാനിപ്പോൾ ഈ സിറവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടോ യൂസ് ചെയ്യണത്. ഇപ്പോൾ കണ്ടില്ലേ ഈ അവസ്ഥയാണ്, ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്തേ ഈ ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യുന്നത് കാർമസിയുടെ ഡിയോഡ്രൻ്റ് ആട്ടോ ഗൈസ്, ഇത് യൂസ് ചെയ്തു. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ലിപ് ബാമിനെ കുറിച്ച്, മാൾസിൻ്റെ. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് അതായിരിക്കും ഞാൻ യൂസ് ചെയ്യുക കിടക്കുന്നതിന് മുന്നേ ബാമായിട്ട്. ഉണ്ടാകാൻ കാണിച്ചുതരാം. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേഗം തീർന്നു പോകുന്നു. സത്യം കേട്ടോ ഗൈസ്, വേഗം തീർന്നു പോകും. കാരണം അതൊരു മെൽറ്റിംഗ് ബാം ആയത് കാരണം നമ്മൾ ചുണ്ടിൽ നമ്മൾ എത്ര ഇടുന്നു അത് നമ്മൾ അറിയൂല. ഇതിടും. അല്ലെങ്കിൽ പിന്നെ ഇതൊരു ലിപ്പ് ഓയിലാണ്. ഇത് ഫോറെവർ 52 എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ലിപ്പ് ഓയിലാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഗുഡ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടിലും ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ മുടി ഞാനൊന്ന് കുറച്ചൊന്ന് ഉണക്കും. ഇതിനകത്ത് ഇരുന്ന് തന്നെ അതങ്ങ് മെജോറിറ്റി വലിച്ചെടുക്കും. ആ ഒരു വെറ്റീനെസ്, ആ ഒരു ഡ്രിപ്പി, ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ടൊരു സെമി വെറ്റ് അവസ്ഥയിലോട്ട് ആകുമ്പോഴത്തേക്കും, ഞാൻ കുറച്ച് നേരം ഉണക്കൊണ്ടിരുന്നതിന് ശേഷം ആകുമ്പോഴത്തേക്കും ഞാൻ പോയിട്ട് എൻ്റെ ഹെയർ ഡ്രൈ ചെയ്യും. ബ്രഷുള്ള ഡ്രയർ ആയത് കാരണം എൻ്റെ ഹെയർ ആ ഒരു നമ്മുടെ മുടി ഉണങ്ങുന്നത് ഏത് രീതിക്കാണോ ആ രീതിക്ക് നമ്മുടെ മുടി ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ സ്ട്രെയിറ്റ് ഹെയറിന് ആ മുടി അങ്ങനത്തെ പ്രശ്നമുണ്ട്, എസ്പെഷ്യലി എൻ്റെ ഹെയറിന്. സോ ഞാൻ എപ്പോഴും അത് വെച്ച് ചെയ്യുന്നത് കാരണം എൻ്റെ ഹെയർ ആ രീതിക്കാണല്ലോ ഉണങ്ങുന്നത്, നമ്മൾ ചീരിയ പോലെ. സോ ഇൽ സ്റ്റേ ലൈക്ക് ദാറ്റ്. ആ ഒരു ഫ്രിസീനെസ് അപ്പോൾ നല്ല കുറവുണ്ടാവും. ഫ്രിസീനെസ് അല്ല, ലൈക്ക് കുഞ്ഞു ഹെയർ ഒക്കെ എണ്ണിച്ചില്ല ആ ഒരു അവസ്ഥ. പിന്നെ ഇറ്റ്സ് ഈസി ടു കൺട്രോൾ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബബ്ലി ഇൻ 2 days ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളിത് കാണുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവണം ഇലക്ഷന്, അറിയില്ല, ചിലപ്പോൾ നാളെ തന്നെ പോസ്റ്റ് ചെയ്യും, എനിക്ക് അറിയില്ല കേട്ടോ ഗൈസ്. എനിവേസ് ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്, ആൻഡ് സബ്സ്ക്രൈബ് മറക്കല്ല്. സോ ഓക്കെ, ബൈ.